ഇപ്പം നിങ്ങളുടെ ഭാഷയിൽ കുളിക്കരി ഒക്കെ ഉണ്ടല്ലോ. ഇതിലൊക്കെ ആളില്ലാത്ത എത്ര ഉണ്ട്? ഒരഡ്രസ്സുമില്ല, അഡ്രസ്സില്ലാത്ത ജാറങ്ങളാണ്. അതേ കടലപ്പുറത്തുണ്ട്. കടലിലങ്ങനെ ഒഴുകി വരും. അങ്ങനെ ഒഴുകി ഒഴുകി വന്നിട്ട് ഇവിടെ ദ്വീപിൽ എത്ര ജാറങ്ങളുണ്ട്, കുളിക്കരകളുണ്ട്. ഈ കാണുന്നത് ഞാൻ ഉണ്ടാക്കിയ പുസ്തകമല്ല, ലക്ഷദ്വീപിലെ മക്ബറകൾ എന്ന് പറയുന്ന പുസ്തകമാണ്. സാമ്പിളിനായിട്ട് 1-2 ഞാൻ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ചു തരാം. അതിൽ പറയുന്ന ഒരു ജാറത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. ഒരു ജാറത്തിൻ്റെ പേര് അടിഞ്ഞബി. ഒരു ജാറത്തിൻ്റെ പേരാണ് അടിഞ്ഞബി. എന്താ ഈ അടിഞ്ഞബീന് ദ്വീപേർക്ക് വേഗം മനസ്സിലാവും. ചിലപ്പോൾ നാട്ടുകാർക്ക് ചിലപ്പോൾ ഞങ്ങൾക്ക് കരയുന്ന ഒന്നവർക്ക് ചിലപ്പോൾ അടിഞ്ഞ ബീവിന്ന്. അപ്പം ഇനി വായിച്ചു തരാം, അപ്പോൾ സംഗതി ശരിക്കും മനസ്സിലാവും. കിൽത്താൻ ദ്വീപിൻ്റെ ഇവിടെ നിന്നുകൊണ്ടാണല്ലോ ഞാൻ സംസാരിക്കുന്നത്, നാട്ടുകാർക്ക് വ്യക്തമായിട്ടറിയാമല്ലോ. കിൽത്താൻ ദ്വീപിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന മഖ്ബറ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കടലിൽ വലവീശാൻ പോയ 2 മുക്കുവന്മാർക്ക് കടലിൽ ഒഴുകി നടക്കുന്ന ഒരു സ്ത്രീയുടെ മയ്യത്ത് കിട്ടി. അതാപ്പോൾ തെളിവ്. വല വീശാൻ പോയപ്പോൾ ഒരു സ്ത്രീയുടെ മയ്യത്ത് ഇങ്ങനെ കടലിൽ കൂടി ഇങ്ങനെ ഒഴുകി നടക്കുന്നുണ്ട്. പല പ്രാവശ്യം അവരതിനെ തള്ളിവിട്ടു. കടലിൽ നിന്ന് എടുക്കുക ഈ തള്ളിന്. അത് വീണ്ടും ഒഴുകി വന്ന് അതേ സ്ഥാനത്ത് തന്നെ നിന്നു. അവസാനം അതെടുത്ത് ഓലക്കെട്ടിൽ പൊതിഞ്ഞ് കടപ്പുറത്ത് കുഴിച്ചിട്ടു. സ്ഥലം കാളിക്ക് ലഭിച്ച സ്വപ്ന സന്ദേശം അനുസരിച്ച് നാട്ടിൽ നടന്ന ചർച്ചകളുടെ ഫലമായും മറമാടിയ ആ മയ്യത്തിനെ എടുത്ത് കുളിപ്പിച്ച് കഫം ചെയ്തു. ഇസ്ലാമിക ആചാരപ്രകാരം മറമാടി ആ മയ്യത്തിൻ്റെ ശ്രേഷ്ഠത തിരിച്ചറിഞ്ഞ നാട്ടുകാർ അവിടെ ഒരു മഖ്ബറയും പണിതു. പിന്നീട് അതിൻ്റെ കൂടെ പള്ളിയും കൂടി. മയ്യത്ത് ഒഴുകി വന്ന സ്ഥലത്ത് വിദേശീയവും തദ്ദേശീയവുമായ 3 കപ്പലുകൾ അപകടത്തിൽപ്പെട്ടു. അതാണ് അടിഞ്ഞബി. കടലിൽ നിന്ന് അടിഞ്ഞൊരു ബി. ആരാ അത് നാട്ടിലുണ്ടായി. ഉരുമ്പേരറിയില്ല ശുഹറത്തൊട്ടും കുറവില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുനമ്പത്തൊരു ബീവി കടലിഞ്ഞടിഞ്ഞിരുന്നു. മുനമ്പത്ത് കടലിലൂടെ ഒരു ബീവി അടിഞ്ഞു വന്നതാണ് മുനമ്പത്തെ ജാറം. പൊന്നാനിക്കടുത്ത് വെളിയങ്കോടിനടുത്ത് പുതുപൊന്നാനിയിൽ അവിടെയുണ്ട് ഒരു മുനമ്പത്തി ബീയുടെ ജാറം. അത് എവിടെ നിന്നുണ്ടായതാ? ഇതന്നെ. ഊരും പേരറിയോ? ഊരും പേരൊന്നും അറിയില്ല. പിന്നെന്താ കടലിൽ നിന്ന് എങ്ങനെ കിട്ടി? ഏതോ ഒരു മൗലിയൊരു സ്വപ്നം കണ്ടു, ഫാത്തിമത്തു സൂറയാണ്, ആ പേരുവിട്ടു ഫാത്തിമത്തു സൂറ. അങ്ങനെ ഒരു ജാറുണ്ടാക്കി. ഇതേമാതിരി ഇവിടുത്തെ കാളി സ്വപ്നം കണ്ടു ഇത്രേ കിട്ടിയ മയ്യത്ത്. ഇത് നല്ലൊരു വരുമാനമാണ്. ഇതെന്താ വരുമാനം? ഒരു കല്ലിൻ്റെ ചിലവുള്ളൂ, ഒരു ചട്ടി സിമെൻറ്റും. പിന്നെ അവിടെ അങ്ങോട്ട് പച്ചയുണ്ട് പൊതച്ച്, സാമ്പ്രാണിയാണ് പൊതച്ച. നിങ്ങൾ തനിയാണ് ചെല്ലൂല്. ഒരു 4 ഏജന്റുമാരെ ദ്വീപുകളിലേക്കും കരയിലേക്ക് വൻകരയിലേക്കൊക്കെ വിടുക. എന്താണെന്നറിയോ? അടിഞ്ഞബി വന്നിട്ടുണ്ട്. കാണാത്ത ചെയിന് കിട്ടി, മാപ്പിളല്ലാത്ത പെണ്ണിനെ മാപ്പിളിനെ കിട്ടി, ആൺകുട്ടികളില്ലാത്തവൾക്ക് ആൺകുട്ടിനെ കിട്ടി, മക്കൾ തീരല്ലാത്തവർക്ക് മക്കളെ കൊടുത്തു. എല്ലാം കിട്ടിക്കണോ? എല്ലാവരും വരുമോ? ദാ ഇന്ന കാളി, ഇന്ന നായിബ് കാളി കൂട്ടസിയാറത്തിന് നേതൃത്വം നൽകുന്നു. ഉറൂസുണ്ട്, ആണ്ട് നേർച്ചുണ്ട്, ആട്ടിനെ തന്നോളിയും, പോത്തിനെ തന്നോളിയും, കോയിനെ തന്നോളിയും. അങ്ങനെ 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 ഇതൊരു വലിയ ബിസിനസ് അല്ലേ? ഒരു മുതൽ മുടക്കില്ലല്ലോ. ഇങ്ങനെ ഈ രൂപത്തിൽ ആ ജാറങ്ങൾ ഉണ്ടായത്. ഇത് ഞാൻ കൊണ്ടുവന്ന ബുക്കൊന്നുമല്ല, ദ്വീപെന്ന് എനിക്ക് കിട്ടിയ ബുക്കാണ്. നിങ്ങൾ നിഷേധിക്കണം, നിങ്ങൾ നിഷേധിച്ചോ. ഇനി ഒന്ന് മാത്രമാണോ അങ്ങനെ കടലിൽ നിന്ന് അടിഞ്ഞു വന്ന ശവങ്ങൾ ഇവിടെ ജാറങ്ങളാക്കി ഇനി കുളിക്കരാക്കിയിട്ട് പണിതിട്ടുള്ളത്? അടുത്തത് കേട്ടോ. അടുത്തത് പരപ്പാടി മക്കാമ്. പരപ്പാടിക്കകത്തെ ഖബർ. എന്താ പ്രശ്നം? അത് കീഴ്ത്താങ്കാർക്ക് തരൂല. അതിൻ്റെ അവകാശം വേറൊരു സ്ഥലത്ത് കാണും. ചെത്തലത്ത് ദ്വീപിലെ ഷെയ്ഖ് പള്ളിയുടെ സമീപം വടക്കുഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന മഖ്ബറ പരപ്പാടി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇനി കേട്ടോ, കടലിൽ നിന്നും അടിഞ്ഞു കിട്ടിയ ഒരു ശരീരാവശിഷ്ടമാണ് ഇവിടെ മറമാടിയിരിക്കുന്നത്. ഫുൾ ശരീരമല്ല, ഒരവശിഷ്ടം കിട്ടി. ഇപ്പം ചിലയിടത്ത് ഇവിടെ കൈയുണ്ടാവും, കാലുണ്ടാവും, കൈ ജാറും, കാല് ജാറും, മൂക്ക് ജാറും, ഇങ്ങനെയൊക്കെ ഓരോരുത്തരും എന്തോ കിട്ടിയത് അടക്കുകയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതാണ്, നല്ല നെയ്യുള്ളതാ വീണ് കിട്ടിക്കുന്നത്. വൻ വ്യവസായമാണ്, വമ്പിച്ച വ്യവസായമാണ്. മുസ്ലിയാക്കന്മാർക്ക് കുശാലായി പാവപ്പെട്ട ജനങ്ങളുടെ പണം പോക്കറ്റടിക്കും. ഈമാൻ അതിനേക്കാൾ ആദ്യം പോക്കറ്റടിച്ചിട്ടേ ആ പണിക്ക് നടക്കുള്ളൂ. ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ. അപ്പോൾ കടലിൽ നിന്ന് ഒഴുകി വന്ന ജടങ്ങൾ 2 കേട്ടില്ലേ? മുഴുവൻ വായിക്കാൻ എനിക്ക് സമയപരിമിതിയുണ്ട്. ഇനി അടുത്തത് വേറൊന്ന് കേട്ടോളിൻ. ഈ പുസ്തകത്തിൽ തന്നെ 38-ാമത്തെ പേജിൽ നമുക്ക് കാണാൻ സാധിക്കും. അതേതാ? 38-ാമത്തെ പേജിൽ കാണാൻ സാധിക്കുന്ന ഒരു ദർഗ, കവരത്തി പഴയ പള്ളിക്കടുത്തുള്ള മഖ്ബറ. അതിന് ചരിത്രം എന്താ? കവരത്തിയിലെ പഴയ പള്ളിയുടെ തെക്കു ഭാഗത്തായി അല്പം മാറി സ്ഥിതി ചെയ്യുന്ന മഖ്ബറയിൽ അടക്കം ചെയ്തിരിക്കുന്നത് അജ്ഞാതമായ ഒരു ഭൗതിക ശരീരത്തെയാണ്. ആളേതാന്നറിയില്ല, ഊരറിയില്ല, പേരറിയില്ല, ജാതി അറിയില്ല, മതമറിയില്ല.
ഒന്നും അറിയില്ല, അജ്ഞാതമാണ്. ഒരു ശരീരം കിട്ടി, ഒരു ശവശരീരം കിട്ടി, കടലിൽ കൂടി ഒഴുകി വന്നതാണിത്. ഒക്കെ പിന്നെ കടലല്ലേ, കടലിൽ നിന്നൊഴുകി ഏതെങ്കിലും ഒരു ദ്വീപിൽ അടിയും. അപ്പം അടിഞ്ഞ ബിയായി, ഇത് അടിഞ്ഞ വലിയാണ്. അങ്ങനെ അടിഞ്ഞിങ്ങനെ വന്നു. ഈ ശരീരം ഒഴുകി വരുന്നത് കണ്ടവർ വിളിയൊച്ചയിട്ട് ആളെ കൂട്ടി അവരെല്ലാം കൂടി ഇതിനെ ഒരു ഭാഗത്ത് സംസ്കരിച്ചു. പിന്നെ പറയണോ? പിന്നെ അങ്ങോട്ട് പറയലല്ലേ കറാമത്ത്. അപ്പോൾ ഇതൊക്കെ ഈ വിധത്തിൽ. എന്നിട്ട് ഇപ്പോൾ ഇവരാണ് ദ്വീപ് മൊത്തം നോക്കണവർ. ദ്വീപിന് മൊത്തമുള്ള അഡ്മിനിസ്ട്രേറ്റർ നിങ്ങൾ വിചാരിച്ചാണെന്നല്ല, ഈ ദ്വീപുകളൊക്കെ മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത് ആരാ? അത് കേട്ടോളീൻ. ഈ പുസ്തകത്തിൻ്റെ 27-ാമത്തെ പേജിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്താണെന്നറിയോ? ഈ ദ്വീപുകളെ മൊത്തം കൺട്രോളർ ആരാന്നറിയോ? മലിക് മൗല. കണ്ടോ, ആളുകൾക്കൊക്കെ ഇവിടെ ഉള്ളവർക്കൊക്കെ നല്ല പരിചയമുണ്ട്. ഞങ്ങൾക്കിതൊന്നും അറിഞ്ഞൂടാ. ഇയാളാണ് ഇവിടുത്തെ കൺട്രോളർ എന്ന് കേട്ടോളൂ. ദ്വീപിൻ്റെ കാവൽക്കാരൻ എന്നർത്ഥം വരുന്ന മലിക് മൗല ദർഗ ബിത്ര ദ്വീപിൻ്റെ വടക്കുഭാഗത്താണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കടലിൽ ഒഴുകി നടന്ന ഒരു മയ്യത്ത് അഗത്തിയിൽ നിന്നും കരയിലേക്ക് യാത്ര ചെയ്ത ഓടത്തിന് തടസ്സം സൃഷ്ടിച്ചോ. ഓടെന്ന് പറയുന്നത് കൊച്ചു കപ്പലിനല്ലേ നിങ്ങൾ പറയുന്നത്, ബോട്ടിന് അല്ലേ? ഓടത്തിന് തടസ്സം സൃഷ്ടിച്ചോ. അവർ ആ ഭൗതിക ശരീരത്തെ എടുത്തുകൊണ്ട് വന്ന് ബിത്രാദ്വീപിൽ അടക്കം ചെയ്ത് തിരിച്ചുപോയി. പിന്നീട് ബിത്രയിൽ വന്ന് മഖ്ബറ പണിതു. കണ്ടോ, മൂപ്പരാണ് മൊത്തം എന്ത് ചെയ്യുന്നത്? ഈ പ്രദേശത്തെ മൊത്തം കൺട്രോൾ ചെയ്യുന്നയാളാണ്, ദ്വീപിൻ്റെ കാവൽക്കാരൻ എന്നാണ്. മൂപ്പർക്ക് അത് വിട്ടുകൊടുത്തുക. ഒക്കെ അടിഞ്ഞ ബിയൾ, ഒക്കെ അടിഞ്ഞുകൂടിയ ശവശരീരങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുണ്ടോ? എവിടുന്നോ കിട്ടിയ ഒന്ന്, ആരാന്നറിയില്ല, മനുഷ്യനാണോന്നറിയില്ല, പോത്താന്നറിയില്ല, പട്ടിയാന്നറിയില്ല, പൂച്ചയെന്നറിയില്ല, എന്താന്നറിയില്ല, മുസ്ലിമാണോന്നറിയില്ല, അല്ലേന്നറിയില്ല. ഇത് നിങ്ങളെ ദ്വീപിൻ്റെ മാത്രം ചരിത്രമൊന്നുമല്ല. വൻകര എന്ന് പറഞ്ഞാൽ ഞങ്ങളെ കേരളത്തിൽ അപ്പുറത്തുള്ള സ്ഥലങ്ങളിലും ഒക്കെ ഇങ്ങനെ ഒരുപാട് ജാതനങ്ങളുണ്ട്. ഇന്ത്യയിൽ പലയിടത്തുണ്ട്. ആരാന്നറിയില്ല. വെറും കെട്ടിപ്പൊക്കിയ മൺകൂനകൾ, അതിൻ്റെ അകത്ത് ആരുമില്ല. ചിലയിടത്ത് കഴുത, ചിലയിടത്ത് പൂച്ച, ചിലയിടത്ത് വട്ടി, ചിലയിടത്ത് കോഴിചാറം, പ്രാവുചാറം, പലതും ഉണ്ട്. ഇതൊക്കെ ഇതിൻ്റെയൊക്കെ പിന്നാലെ ആളുകൾ ഇങ്ങനെ ചെന്ന് വിളക്ക് കൊളുത്തി നമ്മളെ കാര്യം പറഞ്ഞ് കുട്ടിനെ തന്നെ അത് തന്നെ കരയുന്നു. എന്താ ഭക്തി! ഇതല്ലേ സഹോദരങ്ങളെ ഈ സമൂഹത്തെ നിങ്ങൾ മാലപ്പാട്ടുകൾ പാടി ഉറക്കി കിടത്തിയിട്ട് ഈ ശിർക്കൻ ആചാരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനെതിരെയാണ് ഈ പാവപ്പെട്ട പ്രവർത്തകന്മാര് ദ്വീപുകളിൽ തൗഹീദിന്റെ ശബ്ദം മുഴക്കിക്കൊണ്ടിരിക്കുന്നത്. അതല്ലാതെ ഞങ്ങൾക്ക് നിങ്ങളാരോട് എന്ത് പ്രശ്ന? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ രക്ഷപ്പെടണ്ടേ, ഞാനും രക്ഷപ്പെടണ്ടേ, നിങ്ങളൊക്കെ രക്ഷപ്പെടണ്ടേ? ഈ വിശ്വാസവും കൊണ്ട് പരലോകത്ത് ചെല്ലുക. 5 നേരം നിസ്കരിക്കണോര് നിസ്കരിക്കുമ്പോൾ പറയുക, അല്ലാ നേരായ മാർഗത്തിൽ നീ ഞങ്ങളെ നയിക്കണേ. ഏതാ നേരായ മാർഗം? നബിമാര് സിദ്ദീഖ് ഇവരൊക്കെ ഈ പണി ചെയ്തോ? ഇവരൊക്കെ ചെയ്ത പണിയാണോ ഈ ചെയ്യുന്നത്? അപ്പൊ സഹോദരങ്ങളെ, അപ്പൊ ഇതാണ് ഇവരുടെ ജാറങ്ങളുടെ സ്ഥിതി.